ചുട്ടുകൊന്നും അരങ്ങ് തകർക്കുന്ന ഇന്നിന്റെ ലോകത്ത് പലരും അത് അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു നിങ്ങളോട്, ഗോരക്ഷ സമിതി, ഞാൻ അവിടെ പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നത്, ഗോവിനെ രക്ഷിക്കുന്ന സമിതി. ഗോവ് ദൈവമാണെങ്കിൽ അതിനെ രക്ഷിക്കേണ്ടത് മനുഷ്യനാണോ? ദൈവം മനുഷ്യനെ രക്ഷിക്കുന്നു എന്നാണ് നമ്മളൊക്കെ കൺസെപ്റ്റ്. അത് വളരെ പ്രധാനമാണ്. ഗോരക്ഷ, ഗോവിനെ രക്ഷിക്കുന്നവർ. ഗോപാലൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ഗോപാലേട്ടൻ, ഇനി ഗോപാലൻകുട്ടി മാഷ്, കേസരിയുടെ മുൻ പത്രാധിപർ, RSSന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ബുദ്ധി കേന്ദ്രം, എന്റെ അയൽവാസി. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, ഗോപാലൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗോവിനെ പാലിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഗോവ് ഗോപാലൻകുട്ടി മാഷ പാലിക്കല്ല. മനുഷ്യരെ മനസ്സിലാക്കി ഇനിയെങ്കിലും ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരുത്തിക്കൂടാ എന്നൊന്നുമില്ല. ഗോപാലൻ എന്ന് പറഞ്ഞാൽ ഗോവിനെ പാലിക്കുന്നവനാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ലോകത്തെ പാലിക്കുന്നവനാണ്. അല്ലാതെ റബ്ബിനെ മനുഷ്യര് പാലിക്കല്ല. എന്റെ റബ്ബിനെ ഞാൻ സംരക്ഷിക്കേണ്ടി വരിക. എന്തൊരു ഗതികേടാ ലോകത്തിന്. എന്റെ പടച്ചോനെ ഞാൻ സംരക്ഷിക്കുക. ഞാൻ ഇവരോടൊക്കെ വരി, നമ്മളെ ദൈവത്തെ സംരക്ഷിക്കുക, നമ്മൾ ഒന്നിച്ചിറങ്ങുക, നമ്മളെ ദൈവത്തിന്റെ ഇറച്ചിയത കൊണ്ടുപോകണം. അത് ആർക്കാ കേട്? എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, അത് നിങ്ങളുടെ മുഖത്ത് നോക്കിയില്ല. ശേതോപനിഷത്തിലെ വാചകത്തിനെതിരാത്, നതസ്യ പ്രതിമാസി എന്ന് പഠിപ്പിച്ച യജുർവേദത്തിനെതിരാത്, അന്തം നമഃ പ്രവിശന്തിയേ സമ്പൂത്യമുപാസതേ എന്ന് പറയുന്ന ഈശാവാസുപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോകത്തിനെതിരാത്, അതുപോലെ വേദഗ്രന്ഥങ്ങൾക്കെതിരാത്, ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലത്തിനെതിരാണത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, മനുഷ്യർക്ക് വേണ്ടി ഇതൊക്കെ. ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയങ്ങള്? പശുവിന് വേണ്ടി മനുഷ്യൻ. അങ്ങനെ വരുമ്പോ എന്താ ഉണ്ടാവുക? പശുവിന് വേണ്ടി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല പ്രധാനം, പശുവിനാണ്. ഇസ്ലാമോ മനുഷ്യർക്ക് വേണ്ടി പശു. അപ്പൊ ആർക്കാ പ്രധാനം? അച്ഛന് വേണ്ടി ഹെൽപ്പർ, ഹെൽപ്പർക്ക് വേണ്ടി അച്ഛനല്ല. ഇനിയും തിരിഞ്ഞില്ലേ? ഇനി തിരിഞ്ഞില്ലേ? ഒരു രക്ഷയില്ല. ഈ